എൻ്റെ ആത്മീയ ജീവിതത്തെ മാറ്റിമറിച്ചൊരു സംഭവമായിരുന്നു റെനിയുടെ ഉയർത്തെഴുന്നേൽപ്പ്. ഡോക്ടർമാർ വിധി എഴുതി ബ്രെയിൻ ഡെത്ത്. In the time that her operations were taking place, we were all praying on our knees. We were asking God to bring her back to life. അതോടൊപ്പം ക്രൈസ്റ്റ് മിനിസ്ട്രികളില്, ബാക്കി മിനിസ്ട്രികളില്, ഞങ്ങളുടെ ദേവാലയത്തില് ഇവിടെയുള്ള പ്രവർത്തിക്കുന്ന അനേക കാര്യങ്ങളില് ദൈവത്തിന്റെ ആ മഹത്വത്തിൽ കാണുവാനും അത് ദർശിക്കുവാനും ദൈവം ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതിൽ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ പേര് രേണു. ഞാൻ അമേരിക്കയിലുള്ള ഡാലസിലാണ് താമസിക്കുന്നത്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ 5ാമത്തെ കുഞ്ഞിൻ്റെ ജനനത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുന്ന നിമിഷങ്ങളായിരുന്നു അത്. ഈ 17-18 ദിവസങ്ങൾ കഴിഞ്ഞ് രേണു എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നീട് കുറച്ച് ദിവസങ്ങൾ ഈ ഭൂമിയിലൂടെ നടക്കുമ്പോഴും നമ്മൾ ഒരുമാതിരി വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്ന ഒരു ഭയങ്കര ഫീലായിരുന്നു. എൻ്റെ കർത്താവ് എങ്ങനെ എന്നെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്ന എൻ്റെ ജീവിത സാക്ഷ്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യേശു എന്ന് പറയുന്നത് കോരിത്തരിക്കുന്ന നാമം. രേണി എഴുന്നേറ്റു, ശരി തന്നെ. പക്ഷേ അതിന് പിന്നിലുണ്ടായിരുന്ന ആറ്റം ബോംബ് പോലുണ്ടായിരുന്ന പവർ മറ്റാരുമല്ല. His name is Jesus Christ. എൻ്റെ ആത്മീയ ജീവിതത്തെ മാറ്റിമറിച്ചൊരു സംഭവമായിരുന്നു റെനിയുടെ ഉയർത്തെഴുന്നേൽപ്പ്. ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല. 10-20 വർഷക്കാലത്തെ എൻ്റെ ആത്മീയ ജീവിതത്തെ കീഴ്മേൽ മറിച്ചുകൊണ്ടാണ് ആ ടെസ്റ്റിമണി എൻ്റെ ലൈഫിൽ കടന്നു വന്നത്. ജാനുവരി 17th and 18th 2018 എൻ്റെ ലൈഫിനെ ഇങ്ങനെ AD എന്ന് BC എന്ന് ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ ഈ സംഭവം അങ്ങ് മാറ്റിമറിച്ചു. ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു ഭൂമിയിൽ നിന്നിട്ടാണ്, ഈ ഒരു റൂമിൽ നിന്ന് കമന്ന് കിടന്ന്, ഈ നിൽക്കുന്ന സ്ഥലത്ത് കമന്ന് കിടന്നാണ് 17th മോർണിംഗിൽ നടന്ന സംഭവത്തിന്റെ തീവ്രത 17th നൈറ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് രാത്രിയിൽ ഒറ്റ നിലവിളി വിളിച്ചത്, യേശുവിന്റെ നാമത്തിൽ രേണുവിനെ ഉയർത്തണമേ എന്നൊരൊറ്റ നിലവിളി. എങ്ങനെ വിളിക്കാൻ പറ്റുമായിരുന്നു? അമേരിക്കൻ ഗവൺമെന്റ് ടെക്സാസിലെ ഡാലസ് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് വിധി എഴുതിയിരിക്കുന്നു, ബ്രെയിൻ ഡെത്ത്. പ്യൂപ്പിൾസ് were dilated, കംപ്ലീറ്റ്. ഇമ്മീഡിയറ്റ് തന്നെ കുഞ്ഞിനെ കൊണ്ടുവന്ന് സ്കിൻ ടച്ച് ചെയ്ത് ഗുഡ് ബൈ, വെന്റിലേറ്റർ റിമൂവൽ. എന്ത് മറുപടി പറയാനാണ്? എന്ത് മറുപടി പറയാൻ? ഒരു വാക്യവുമില്ലായിരുന്നു. എൻ്റെ ജീവിതം പിന്നീട് അങ്ങോട്ട് മാറി മറിഞ്ഞു. അതുവരെയും ഒത്തിരി മിറക്കിളുകള്, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്, അത്ഭുതങ്ങളൊക്കെ കണ്ട വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ബൈബിളിൽ ലാസറിനെ ഉയർപ്പിച്ച ഒരു സംഭവം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു എന്ന വലിയ വ്യക്തിത്വത്തിലൂടെ കടന്നു വന്നു എന്നത് എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. പിന്നീട് അവിടം തൊട്ട് ഞാൻ എൻ്റെ ഫെയ്ത്തിന്റെ ആങ്കിളേയും മാറി. ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അല്പം ഒരു പുഞ്ചിരിയോടെ നമ്മൾ പറയും, ഒന്ന് ഫോൺ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. ഇന്ന് തിരിഞ്ഞെന്ന് നോക്കിയാൽ ജാനുവരി 18th 2018 ഇങ്ങോട്ട് ശേഷം എത്ര പേരാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ഒന്നും വ്യക്തിപരമായി എൻ്റെ നാമത്തിലല്ല, പിന്നീട് കംപ്ലീറ്റ് നമ്മുടെ ഒരു കോൺഫിഡൻസ് നമ്മുടെ എല്ലാം അങ്ങ് മാറി. പിന്നീട് ഒറ്റ കോൺഫിഡൻസേ ഉണ്ടായുള്ളൂ, യേശു എന്നൊരു നാമം.
ജർമ്മനിയിൽ നാശ. ഇവിടെ കാരിത്താസ് ഹോസ്പിറ്റൽ ഇന്ത്യയിൽ ഒരു പെൺകുട്ടി ടീന ആലൻ. ഈ കഴിഞ്ഞ നാളുകളിൽ UK ജിയോമോൻ ജോസഫ് എന്ന COVID-19 more than 100 ഡേയ്സിനപ്പുറം വെന്റിലേറ്റർ കൂടെ കടന്നുപോയത്. അങ്ങനെ എത്രയോ വ്യക്തികളെ ക്രിസ്തുവിൽ ഉയർക്കുവാൻ, ആത്മാവിന്റെ മാറ്റം വരുത്തുവാൻ ഈ സംഭവം കാരണമായി. വ്യക്തിപരമായി ഈ ഒരു സംഭവത്തെ നോക്കിക്കാണുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ദൈവത്തിന് നന്ദി പറയും. ഇങ്ങനെ പറയുള്ളൂ, യു ആർ എ സൂപ്പർ ഹീറോ. എന്തോ ഇതുപോലൊരു ദൈവം എവിടെയാ ഉള്ളത്? അന്നോട്ട് ഈ വാക്യം ഞാൻ ഇങ്ങനെ ചുമ്മാ എപ്പോഴും പറയും. എന്താ പറയുന്നറിയാമോ? നമ്മക്കൊരു ദൈവമുണ്ട്, നമ്മക്കൊരു ദൈവമുണ്ട്, നമ്മക്കൊരു ദൈവമുണ്ട്. മറ്റാരുമല്ല, നസ്രാന യേശു ക്രിസ്തു. രേണു റെനി ലിറ്ററലി എന്തു ബൈബിൾ പഠിച്ചു, എന്ത് പ്രോഫസികളിലൂടെ കടന്നുപോയി, എത്രയോ രാജ്യങ്ങളിൽ സുവിശേഷം പറഞ്ഞു. പക്ഷെ ഈ ഒരു ഒറ്റ ഇൻസിഡന്റ് എൻ്റെ ദൈവമേ ലൈഫിനെ അങ്ങ് മാറ്റിമറിച്ചു. അതുകൊണ്ടാണ് ഈ റൂമിൽ നിന്ന് തന്നെ ആ പെൺകുട്ടിയെ വിളിച്ച് പ്രാർത്ഥിച്ച അതേ സ്ഥലത്ത് നിന്ന് തന്നെ ഇങ്ങനെ പറയുന്നത്, മറ്റാരിലും രക്ഷയില്ല. യേശു എന്ന് പറയുന്നത് കോരിത്തരിക്കുന്ന നാമം, കോരിത്തരിക്കുന്ന നാമം. രേണൂരണി എഴുന്നേറ്റു, ശരി തന്നെ. പക്ഷേ അതിന് പിന്നിലുണ്ടായിരുന്ന ആറ്റം ബോംബ് പോലുണ്ടായിരുന്ന പവർ മറ്റാരുമല്ല. ഹിസ് നെയിം ഈസ് ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ഓഫ് നസ്രത്ത്, നസ്രാന യേശു ക്രിസ്തു. ശരിക്കും ആദിമ നൂറ്റാണ്ടിലൂടെ കടന്നു പോകുന്ന ഒരു ലൈഫായിരുന്നു. എനിക്കതിന് ശേഷം ഈ 17-18 ദിവസങ്ങൾ കഴിഞ്ഞ് രേണു എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നീട് കുറച്ച് ദിവസങ്ങൾ ഈ ഭൂമിയിലൂടെ നടക്കുമ്പോഴും നമ്മൾ ഒരുമാതിരി വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്ന ഒരു ഭയങ്കര ഫീലായിരുന്നു. ഒരിടത്തും ആളുകളെ കാണണമെന്നോ സംസാരിക്കണമെന്നോ ഒന്നുമില്ല. ബി വിത്ത് ഗോഡ്, ദൈവമായിട്ട് ഒരുമിച്ചിരിക്കുക, പ്രസൻസ് ഓഫ് ഗോഡ് ഫീൽ ആകുക. അങ്ങനെ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ചു. എൻ്റെ പേര് രേണു. ഞാൻ അമേരിക്കയിലുള്ള ഡാലസിലാണ് താമസിക്കുന്നത്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ 5ാമത്തെ കുഞ്ഞിൻ്റെ ജനനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുന്ന നിമിഷങ്ങളായിരുന്നു അത്. ജനുവരി 16 എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ജനുവരി 17 ഇൻഡ്യൂസ് ചെയ്യുവാനായി അവര് പ്രിപ്പയർ ചെയ്യുകയും ചെയ്തിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 16 എന്നെ അഡ്മിറ്റ് ചെയ്തു. അവിടെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. വെളുപ്പിനെ ജനുവരി 17 വെളുപ്പിനെ 4 മണിക്ക് കുഞ്ഞ് ഉണ്ടായി. ടുവേർഡ്സ് ദ എൻഡ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ബോഡിയിൽ ഒരു ശക്തി ഇല്ലാത്തതുപോലെ, ഞാൻ വളരെയധികം ഒരു ഡ്രെയിൻഡ് ഔട്ട് ആയതുപോലെ ആവുകയും എനിക്ക് ഒരു ഡിസോറിയന്റഡ് ആവുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ വേഗം തന്നെ എനിക്ക് എൻ്റെ ഓക്സിജൻ ലെവൽ കുറയുകയും കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് കുറയുകയും ഒക്കെ ചെയ്തു. അവര് വാക്യൂം ചെയ്ത് കുഞ്ഞിനെ എടുത്തു. കുഞ്ഞിന് ഫ്ലൂയിഡ് ലങ്സിൽ പോയത് കാരണം തന്നെ അവളെ നിക്യൂയിലേക്ക് മാറ്റി. കുഞ്ഞുണ്ടായ ഉടനെ തന്നെ അവളുടെ ലങ്സിന്റെ ഉള്ളില് വെള്ളം കയറിയത് കൊണ്ട് അവളെ നിക്യൂയിലേക്ക് മാറ്റി. ആ സമയത്ത് ഞാനും കുഞ്ഞിന്റെ കൂടെ നിക്യൂയിലേക്ക് പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടെ രേണുവിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, രേണു കൂടുതൽ ബ്ലീഡ് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. Hello, my name is Joe Abraham, and I'm the son of Rennie and Renu. And on the day, January 17, 2018, we were given the news that Judith was born at 4 in the morning. She was my only sister, but at 4 in the morning, I was told that my mother was bleeding. She was bleeding a lot, and that we were told just to pray. We weren't told of anything that happened. And then a couple hours passed by, 2-3 hours. My dad calls me again. He goes, Joe, she's still bleeding excessively. Please continue to pray for her. I go, okay, we'll continue to pray. ആ ഒരു സാഹചര്യത്തിൽ ഡോക്ടേഴ്സ് എല്ലാം വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സ്റ്റിച്ച് ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ് അവർ റിയലൈസ് ചെയ്തത് എനിക്ക് ഹെവി ബ്ലീഡിംഗ് ആണെന്നും അവർക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും. ഇനീഷ്യലി അവരത് കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് സാധാരണ ബ്ലീഡിംഗ് പോലെയല്ല, ശകലം എന്തോ ഒരു
അബ്നോർമാലിറ്റി ഉള്ള പോലെ തോന്നുന്നു. പക്ഷെ അത് യൂട്രസ് റിമൂവ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ വരികയായിരുന്നു. അവര് എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷമാണ് അവര് മനസ്സിലാക്കിയത് യൂട്രസിൽ നിന്ന് മാത്രമായിരുന്നില്ല ബ്ലീഡിംഗ് എന്നും എൻ്റെ ശരീരത്തിൽ നിന്നും മൊത്തമായിട്ടും ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുവാണെന്നും ഞാൻ ഒരു വളരെ റെയർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്ന ഒരു കണ്ടീഷൻ ആണ് എനിക്ക് എന്ന് അവർക്ക് അന്നേരമാണ് മനസ്സിലായത്. അപ്പോൾ ഉടനെ തന്നെ ഡോക്ടറെ കോൾ വിളിച്ച് ബ്ലഡ് കൊണ്ടുവരാൻ പറഞ്ഞു. ബ്ലഡ് കൊണ്ടുവന്ന ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു, ഇതിവിടെ ഒന്ന് ചെയ്താൽ ശരിയാകില്ല, ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രേണുവിനെ ഉടനെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ബ്ലീഡിങ് നിൽക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഹിസ്റ്റക്ടമി ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, കാരണം രേണുവിന്റെ പണ്ട് യൂട്രസ് പ്രൊലാപ്സ് ഉള്ളതുകൊണ്ട് ഈ ഡെലിവറിക്ക് ശേഷം പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഹിസ്റ്റക്ടമി ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്തത് ദൈവത്തിന്റെ ഒരു കാരുണ്യമായിരിക്കാം, ദൈവം ഈ സമയത്ത് തന്നെ ഇത് എല്ലാം ക്ലിയർ ആക്കി വിടാൻ വേണ്ടിയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഹിസ്റ്റക്ടമി ചെയ്തോളാൻ എന്നുള്ള അനുവാദങ്ങളെല്ലാം കൊടുത്തു. എനിക്ക് ഈ ബ്ലീഡിങ്ങിനെ തുടർന്ന് ഹിസ്റ്റക്ടമി ചെയ്തതിന് ശേഷം എനിക്ക് കാർഡിയാക് അറസ്റ്റും റെസ്പിറേറ്ററി ഫെയിലിയറും ഉണ്ടാവുകയും ചെയ്തു. ഞാൻ വെന്റിലേറ്ററിലായിരുന്നു. ഇവര് കാർഡിയാക് അറസ്റ്റ് 13 മിനിറ്റ് ലാസ്റ്റ് ചെയ്തു. അവരെനിക്ക് CPR തന്നുകൊണ്ടേയിരുന്നു. ആ 13 മിനിറ്റിന് ശേഷം എന്നെ വെന്റിലേറ്ററിലാക്കി. ഞാൻ ബേസിക്കലി എൻ്റെ ബ്ലഡ് പ്രഷറൊക്കെ 30s എൻ്റെ പ്യൂപ്പിൾസ് 1 മണിക്കൂറിന് മുകളിൽ ഡയലേറ്റഡ് ആയിരുന്നു. എൻ്റെ ബോഡി ടെമ്പറേച്ചർ 31 ഡിഗ്രീസ് ആയിരുന്നു. pH വാല്യൂസ് 6.8 ആയിരുന്നു. അപ്പൊ ഇതൊക്കെ എൻ്റെ ആ ഒരു ശരീരത്തെ മരണത്തിലോട്ട് പോകുന്ന ആ ഒരു കണ്ടീഷൻസ് ആയിരുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ ക്രൈസ്റ്റ് ചർച്ചിന്റെ ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ചെറിയൊരു പ്രയർ ഗ്രൂപ്പ്. അതിലേക്ക് ഞാൻ ഒരു മെസ്സേജ് അയച്ചു, രേണുവിന്റെ പ്രസവം കഴിഞ്ഞു, ബ്ലീഡിംഗ് ആണ്, ഹിസ്റ്റക്ടമി ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അത് പ്രകാരം ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവരും രാവിലെ 6:30 മുതൽ 7 മണി വരെ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാൻ മുറിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വന്നിച്ച് പിന്നെയും പറഞ്ഞു, ജോസഫാണ് എന്നെ ഡോക്ടർ അങ്ങനെ വിളിക്കുന്നത്, രേണുവിന് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം ആണ്, ബ്ലീഡിങ് ഇതുവരെ നിൽക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്നുള്ള വാക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ എനിക്ക് ഒന്നും അറിയാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് അത് ഒന്ന് എഴുതി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പേപ്പർ ടവലിലോട്ട് ഇങ്ങനെ എഴുതി തന്നു, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്ന വാക്ക്. ഞാനത് ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ ഇത് 20,000 പേരിൽ ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാണ്, അല്ലെങ്കിൽ 20,000 പേരിൽ ഒരു ഗർഭിണികൾക്ക് ഉണ്ടാകാവുന്ന ഒരു പ്രത്യേക രോഗമാണ് എന്ന് മനസ്സിലാക്കി. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയുവാന് ഞാൻ ശ്രമിച്ചില്ല. എങ്കിലും ഞാൻ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം ആണ് എന്നുള്ള കാര്യം ഞാൻ വാട്സാപ്പിലൂടെ ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിലേക്ക് അറിയിച്ചു. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തില് കുഞ്ഞ് ആയിരിക്കുമ്പോൾ കിടക്കുന്ന ആ ഫ്ലൂയിഡ് അമ്മയുടെ ബ്ലഡ് സ്ട്രീമിൽ കടന്നു കഴിയുമ്പോൾ അമ്മയുടെ ബോഡി റിയാക്ട് ചെയ്യുന്നതാണ്. അത് ഇനീഷ്യലി അത് ക്ലോട്ടും ഇവൻച്വലി അത് ഭയങ്കര ഒരു ബ്ലീഡിങ് DIC എന്ന കണ്ടീഷനിലോട്ട് പോവുകയുമാണ് ചെയ്തത്. അതാണ് എനിക്ക് സംഭവിച്ചത്. അങ്ങനെ എന്നെ വെന്റിലേറ്ററിലാക്കി. അവര് ലേറ്റർ ഓൺ കുറെ സമയങ്ങൾക്ക് ശേഷം അവര് ചെയ്യാനുള്ള എല്ലാം ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ കുറെ സമയങ്ങൾക്ക് ശേഷം അവരെന്നെ ICUലോട്ട് മാറ്റുകയും ചെയ്തു. ഈ പ്രയർ ഗ്രൂപ്പിലേക്ക് അറിയിച്ച ഉടനെ ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്ന മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലായി. പ്രത്യേകിച്ച് ഞങ്ങളുടെ അവിടെയുള്ള ജസ്റ്റ് ചേച്ചി, പുള്ളിക്കാരത്തി ഒരു നേഴ്സാണ്. ജസ്റ്റ് ചേച്ചി ബേബിച്ചേട്ടനും ആ സമയത്ത് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നു. ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ ജസ്റ്റ് ചേച്ചി ബേബിച്ചേട്ടൻ പ്രത്യേകം പറഞ്ഞു, റെനിയോട് ഇതിനെപ്പറ്റി ഒന്നും കൂടുതൽ കാര്യമായിട്ടൊന്നും പറയണ്ട. അവർ വന്ന ഉടനെ തന്നെ സാധാരണ വർത്തമാനം പറയുന്ന പോലെ എല്ലാം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് തന്നെ ക്രൈസ്റ്റ് ചർച്ചിന്റെ പ്രയർ ലൈൻ തുടങ്ങി.
പ്രഗ്നന്റിന്റെ അകത്ത് റെജി ബ്രദറിനെയും ഉണ്ടായിരുന്നു. റെജി ബ്രദർ ബേബിച്ചേട്ടൻ്റെ ഫോണ് എന്നോട് എന്റെ കയ്യിൽ തരുവാൻ പറഞ്ഞു. ബേബിച്ചേട്ടൻ എന്റെ കയ്യിൽ ഫോൺ തന്നപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കമന്ന് കിടക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തത് എന്തിനാ ഈ കമന്ന് കിടന്ന് പ്രാർത്ഥിക്കുന്നത്? കാരണം ഇതൊരു ഹോസ്പിറ്റലാണ്, ബ്ലീഡിങ്ങേ ഉള്ളൂ. അപ്പം ഇത് സാധാരണഗതിയിൽ ഒരു കുഴപ്പമില്ലാതെ പോകുന്ന ഒരു അസുഖമാണല്ലോ, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ആണല്ലോ എന്നുള്ള ചിന്തയാണ് എന്റെ മനസ്സിലൂടെ പൊക്കോണ്ടിരുന്നത്. അപ്പോൾ ബ്രദർ കമന്ന് കിടന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അത് എന്റെ മനസ്സിലൊരു ഇതെന്തിനാണ് എന്ന് തോന്നിയെങ്കിൽ തന്നെയും അതൊരു പരിശുദ്ധാത്മാവിന്റെ ഒരു അറിയിപ്പായതുകൊണ്ട് ഞാൻ അവിടെ കമന്ന് കിടന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ കമന്ന് കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ പറയുകയാണ്, മരിച്ചുപോയ രേണു എഴുന്നേക്ക് എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാന് അപ്പോൾ വീണ്ടും എന്റെ മനസ്സിലേക്ക് പോയി, ഇതെന്താ ബ്രദർ ഇങ്ങനെ പറയുന്നത്? മരിച്ചുപോയ രേണു എഴുന്നേക്കാന് അവർക്ക് അവിടെ ഇങ്ങനെ എപ്പോഴാ മരിച്ചത്? അപ്പോൾ എങ്കിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ ആ പ്രചോദനമായതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു. പിന്നീടാണ് ഞങ്ങൾക്ക് ഇത് അറിയാൻ സാധിച്ചത്. ഈ സമയത്താണ് രേണുവിന് 13 മിനിറ്റോളം കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുകയും 13 മിനിറ്റ് CPR കൊടുത്താണ് അവള് CPR കൊടുക്കുകയും അതോടനുബന്ധിച്ച് അവളുടെ എല്ലാ സിസ്റ്റംസും ഡൗൺ ആവുകയും അവളെ വെന്റിലേറ്ററിലേക്ക് കയറ്റുകയും ചെയ്തു. ഇത് ഒന്നും ഞാൻ അറിയുന്നില്ല ഈ സമയത്ത്. എങ്കിൽ തന്നെയും ആ സമയത്ത് തന്നെ ബ്രദർ ബാക്കിയുള്ളവരോട് പറഞ്ഞു, എല്ലാവരും ജോലിയിൽ നിന്ന് തിരിച്ചു വരിക, ഇനി അടുത്ത 3 മണിക്കൂർ നേരം നിങ്ങൾ എല്ലാവരും ഇനി മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. എനിക്ക് അപ്പോഴും ചിന്ത പോവുകയാണ്, ഇത് എന്തിനാണ് ബ്രദർ ഇങ്ങനെയെല്ലാം പറയുന്നത്? ഈ ബാക്കിയുള്ളവർ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ള ചിന്തയെല്ലാം മനസ്സിൽ കൂടെ പോകുന്നുണ്ട്. എങ്കിൽ തന്നെയും ഇത് ഇങ്ങനെ സമയം പൊക്കോണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നഴ്സുമാർ വന്ന് പറഞ്ഞു, രേണുവിനെ ഉടനെ തന്നെ ICUലേക്ക് മാറ്റും എന്ന് പറഞ്ഞു. എങ്കിൽ തന്നെയും ഞങ്ങള് അവിടെ മുറിക്കാതിരിക്കുകയാണ്. സമയങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെയും ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചെന്ന് ചോദിച്ചു എന്തായി. അവർ പറഞ്ഞു ICUലേക്ക് ഉടനെ മാറ്റും അറിയിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്ന് ICUലേക്ക് മാറ്റി എന്ന വിവരം വീണ്ടും നഴ്സുമാർ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പൊ അതനുസരിച്ച് ഞാന് താഴെ ICUലേക്ക് പോയി. അവിടെ വന്ന് എന്നെ കണ്ടപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ ഇത് നടന്നതിന്റെ സീരിയസ്നെസ് മനസ്സിലായത്. അതുവരെ ഹി ജസ്റ്റ് തോട്ട് ദാറ്റ് ഇറ്റ് വാസ് ജസ്റ്റ് എ റെഗുലർ പോസ്റ്റ്പാർട്ടം ബ്ലീഡിങ്. ഇങ്ങനെ എന്നെ തിരിച്ചു കിട്ടുകയില്ലാത്ത ഒരു അവസ്ഥയാണെന്നോ ഇത്രയും സീരിയസ് ആണെന്നോ ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ICU ചെന്നപ്പോൾ കാണാൻ സാധിച്ചത് പല സ്ഥലത്തു നിന്ന് ബ്ലഡ് രേണുവിന്റെ ദേഹത്തേക്ക് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം വെന്റിലേറ്റർ ഉണ്ട്, അവരുടെ മുഖം മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത് ഞാൻ ഓർത്തത് എന്റെ അറിവില്ലായ്മ മൂലമായിരിക്കാം. ഞാൻ ഓർത്തത് ഓക്കെ സർജറി എല്ലാം കഴിഞ്ഞത് കൊണ്ട് ഇങ്ങനെ കിടത്തിയിരിക്കുന്നതാണ് എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരുന്നത്. പക്ഷെ ആ സമയത്ത് തന്നെ രേണുവിന്റെ ശരീരം ഏകദേശം രാവിലെ 4:30 ആയപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയതിനേക്കാളും ഒരു 3 മടങ്ങ് ഇരട്ടി വലുപ്പത്തിലാണ് അവളുടെ ബോഡി അന്നേരം അവിടെ കിടന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഡോക്ടർ എന്നെ വിളിച്ചു പറഞ്ഞു, ഡോക്ടർ മാറ്റി നിർത്തിച്ച് പറഞ്ഞു, ജോസഫ് ഇത് ഞങ്ങളെ കൊണ്ട് ഒന്നും സാധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ഈ അമ്നോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്ന് പറഞ്ഞ ഇതിന്റെ സീരിയസ്നെസ് എന്നോട് പറഞ്ഞു തന്നു. അതോടൊപ്പം പറഞ്ഞു അവളുടെ ബ്രെയിന് ഡെഡായി. കാരണം അവളുടെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായ സമയത്ത് ബ്ലഡ് ബ്രെയിനിലേക്ക് പോകുന്നില്ലായിരുന്നു. അവളുടെ ബ്ലഡ് പ്രഷർ 30 താഴെയായിരുന്നു. ഇങ്ങനെ പല ഫാക്ടേഴ്സ്, അവളുടെ ബ്ലഡ് ടെമ്പറേച്ചർ 32 ഡിഗ്രി താഴെയാണ്. ഇങ്ങനെ എല്ലാ ഫാക്ടേഴ്സും അവളെ ഒരു മരിച്ച വ്യക്തിയാക്കി അവരോട് മാറ്റിയിരുന്നു. ഡോക്ടർ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജോസഫ്, ദർ ഇസ് നോ ഹോപ്പ്, ഷീ ഈസ് ബ്രെയിൻ ഡെഡ്. വെന്റിലേറ്ററിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. യു നീഡ് ടു തിങ്ക് അബൌട്ട് റിമൂവിങ് ദ വെന്റിലേറ്റർ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറിനോട് ചോദിക്കുകയുണ്ടായി, ഡോക്ടറെ എനിക്കൊരു 3 മണിക്കൂർ സമയം തരുമോ എന്ന്. ഡോക്ടർ പറഞ്ഞു, എനിക്ക് 10 മിനിറ്റ് പോലും ഗ്യാരണ്ടി ചെയ്യാനില്ല. അപ്പോൾ ഞാൻ തകർന്നിരിക്കുന്ന സമയം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, റെജി ബ്രദറിലൂടെ കേട്ട ഒരു വാക്ക്, 3 മണിക്കൂർ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും, ജോലിയിൽ നിന്ന് എല്ലാവരും തിരിച്ചു വന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എനിക്കൊരു 3 മണിക്കൂർ നേരം സമയം തരാമോ? ഡോക്ടർ പറയാണ്, 3 മണിക്കൂർ പോയിട്ട് 10 മിനിറ്റോ 5 മിനിറ്റോ എന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്റെ മക്കളും
ലേണുവിന്റെ അമ്മച്ചിയും വീട്ടിലുണ്ട്, അവരെ എന്താ കൊണ്ടുവരണം. ഉടൻ തന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ബേബി ചേട്ടൻ പോയി കുഞ്ഞുങ്ങളെയും അമ്മച്ചിയെയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ജസ് ചേച്ചി വിളിച്ച് പറഞ്ഞ് ഫാദർ ജോസ് ചെറപ്പുറത്ത് ഞങ്ങളുടെ ഇടവക വികാരി വന്ന് എനിക്ക് രോഗി ലേപനം തരികയും ചെയ്തു. Another hour or two passed by, and one of our friends called Baby Uncle, he came to pick us up from home, me and my brothers and my grandma. We were all rushed to the hospital. അവര് വരുവാൻ വേണ്ടി നോക്കി നിൽക്കുന്ന സമയത്ത് ഓരോ 5 മിനിറ്റ് ചെല്ലും തോറും അവര് ചോദിക്കുകയാണ്, എപ്പോഴാണ് ഇവർ വരുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പല കാര്യങ്ങളും എന്റെ ഉള്ളിലൂടെ കടന്നു പോകാൻ തുടങ്ങി. പ്രത്യേകിച്ച് രേണു നേരത്തെ പറയുമായിരുന്നു, ഞാൻ മരിച്ചു പോയാല് എന്റെ ദേഹത്ത് ഒത്തിരി വെള്ള പൂക്കളൊക്കെ ഇട്ട് അലങ്കരിച്ചു വേണം എന്നെ കിടത്താന്. രണ്ടാമത് വേറെ കല്യാണമൊന്നും കഴിക്കരുത്. ഇതെല്ലാം ഇങ്ങനെയുള്ള ചിന്തകൾ പോകുന്നു. അതോടൊപ്പം കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ചിന്തകൾ എന്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ആ പിള്ളേരെ എങ്ങനെയും വളർത്തുവാൻ ദൈവം എനിക്ക് കഴിവ് തരുമായിരിക്കും. പക്ഷെ ഈ പെൺകൊച്ചിനെ ഞാൻ എന്ത് ചെയ്യും എന്നെനിക്കറിയത്തില്ല. കാരണം ഞങ്ങളുടെ മാതാപിതാക്കള് ഓൾറെഡി പ്രായമായി, അപ്പൊ അവരെ കൊണ്ട് നോക്കുവാൻ പറ്റത്തില്ല. അതോടൊപ്പം ഈ കുഞ്ഞൊരു പെൺകൊച്ചാണ്, അവൾക്ക് ഒരു 10-14 വയസ്സ് ടീനേജ് ഒക്കെ ആകുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു അപ്പനായി ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം എന്റെ മനസ്സിലൂടെ കടന്നുപോയ വേറെ കാര്യങ്ങളാണ്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. ഇനി ഞാൻ എങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും? എങ്കിൽ തന്നെയും ദൈവത്തോട് ഞാൻ എല്ലാം വിട്ടുകൊടുക്കുകയാണ്. ആ സമയത്ത് ദൈവം മനസ്സിലൂടെ വേറൊരു ചിന്ത തരികയാണ്, അവള് ഒന്ന് കണ്ണു തുറന്നാൽ മതി, ഞാനാണ് കൂടെ ഉള്ളത്, എനിക്ക് രക്ഷിക്കാൻ പറ്റുന്ന ഒരു ദൈവമാണ് എന്നുള്ള ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റും എന്റെ ഹൃദയത്തിലൂടെ ദൈവം തരുന്നുണ്ട്. അപ്പോൾ ഫിസിക്കലും സ്പിരിച്വലും ആയിട്ടുള്ള ഒരു ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തില് ഞങ്ങൾ ഞാൻ ICUലാണ്. എൻ്റെ ഹസ്ബൻഡും മക്കളും അമ്മച്ചിയും അച്ഛനും 2 ഡോക്ടേഴ്സും നഴ്സസും എല്ലാവരും ആ ICUലുള്ള ഒരു സാഹചര്യത്തില് ഇവരെല്ലാം മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എപ്പോഴൊക്കെ എൻ്റെ ഭർത്താവ് ആദ്യം തന്നെ ക്രൈസ്റ്റ് കൾച്ചർ മിനിസ്ട്രിയിൽ ഞങ്ങളൊരു പാട്ടാണ് ക്രൈസ്റ്റ് കൾച്ചർ മിനിസ്ട്രിയിൽ വിളിച്ച് പ്രെയർ റിക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്ത് ലൗകികമായ ചിന്തകൾ കടന്നു പോവുകയാണ്. ആ സമയത്ത് ഒരു ആത്മീയമായ ഒരു വശം കൂടി ആ സമയത്ത് എന്റെ ഹൃദയത്തിലേക്ക് വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഞാൻ ക്രൈസ്റ്റ് കൾച്ചർ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇനി ഞാനിത് എങ്ങനെ ഈ ഒരു മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സമയത്ത് ഫുൾ ഫാമിലി മുട്ടുകുത്തി നിന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തില് ക്രൈസ്റ്റ് കൾച്ചറിന്റെ ഫൗണ്ടറായ ബ്രദർ റെജി കൊട്ടാരവും പ്രെയർ ലൈനിലുണ്ടായിരുന്നു. അപ്പോൾ ബ്രദർ ജസ് ചേച്ചിയോട് ചോദിക്കുകയുണ്ടായി, ചേച്ചി എന്ത് മാറ്റമാണ് മെഡിക്കലി ഇനി ആ കൊച്ചിന് സംഭവിക്കേണ്ടത്, എന്താണ് ഡോക്ടേഴ്സ് പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ബ്രദറെ അവർക്ക് ഒരു ഹോപ്പും ഇല്ല, ദേ ഗേവ് അപ്പ്. അവളുടെ ബ്ലഡ് പ്രഷർ ഒക്കെ 30s ഇനി അവളെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ ഒരു സ്വരം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു തോന്നൽ, പരിശുദ്ധാത്മാവിന്റെ ഒരു തോന്നൽ എന്റെ ഉള്ളിലേക്ക് തരികയാണ്. ഒന്ന് കണ്ണ് മിനിച്ചാല് അവള് രക്ഷപ്പെടും എന്നുള്ള ഒരു തോട്ട്, അതിനുള്ള പവർ എനിക്കുണ്ട്, ഞാൻ ജീവിക്കുന്ന ദൈവമാണ് എന്നുള്ള ആ ഒരു ചിന്ത കൂടി ദൈവം എനിക്ക് തരികയാണ്. അച്ഛൻ വന്നപ്പോൾ ഉടനെ തന്നെ രോഗീലേപനം കൊടുത്തു. ആ സമയത്ത് തന്നെ അമ്മച്ചിയും പിള്ളേരും വന്നു. പിള്ളേർ വന്നപ്പോൾ എന്റെ ഏറ്റവും 4ാമത്തെ മകന്, അവന് 3 വയസ്സേ ഉള്ളൂ, അവൻ ഓടി വന്നു. ഞാൻ അവനെ കോരിയെടുത്തു. അത് കഴിഞ്ഞ് ബാക്കി 3 മക്കളെയും ചേർത്ത് പിടിച്ചു. അമ്മ തീരെ മേല എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞു. And the second we stepped foot into the hospital, they wasted no time in getting us to our mom. We got sent to the ICU, and immediately when I saw my dad look towards us, I knew there was something wrong. He had a sad face, and I knew something had happened to my mom. We walk in, and I see my mom. Her face is bloated, her body is bloated, and she is bleeding an endless amount of blood. I see her, and I'm sitting in the corner. I'm crying, praying that everything is going good and that she is not dead. I wasn't told that she was dead, but the slightest part of me was telling me that there was a chance that she was dead, and that was breaking my heart.
അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ICUവിന്റെ അകത്ത് രേണുവിനെ കണ്ട് കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങള് അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവം അവിടെ ഒരു പ്രചോദനം നൽകി. മുട്ടുകുത്തി ICUവിന്റെ നടുക്ക് മുട്ടുകുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തോന്നി. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ ജീവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങളവിടെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്രദർ പറഞ്ഞു ആ സ്പീക്കർ ഫോണിലിട്ട് അവളുടെ അടുത്തോട്ട് ഫോൺ ഒന്ന് കൊണ്ടുപോയിക്കേ, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റേജി ഫോൺ കൊണ്ടുവന്നു, പ്രാർത്ഥിച്ചു. ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞു, രേണു, ഈശോയുടെ നാമത്തിൽ നീ ജീവനിലേക്ക് തിരിച്ചു വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ തിരക്തം കൊണ്ട് കഴുകി എന്നെ പ്രാർത്ഥിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ബ്രദറിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതനുസരിച്ച് 82 എന്നൊരു നമ്പർ കാണിക്കുന്ന ചേച്ചി, അവളുടെ ബ്ലഡ് പ്രഷർ മാറുന്നുണ്ടോ നോക്കാൻ പറഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ ബ്ലഡ് പ്രഷർ ഫ്ലക്ച്വേറ്റ് ചെയ്തു. 82 എന്ന നമ്പറിലോട്ട് വന്നു, തിരിച്ച് പിന്നെയും താന്നു. അങ്ങനെ പല പ്രാവശ്യം ഫ്ലക്ച്വേറ്റ് ചെയ്ത് അത് 80s സ്റ്റെബിലൈസ്ഡ് ആയി. ഈ ഒരു സമയത്ത് തന്നെ രേണു, നീ ജീവനിലേക്ക് തിരിച്ചു വാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിമിഷത്തില് ഞാൻ ഒന്ന് ബ്ലിങ്ക് ചെയ്തു. ആ സമയത്ത് തന്നെ പ്രയർ ലൈനിലൂടെ ബ്രദർ റെജി കൊട്ടാരം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. റെജി കൊട്ടാരം ജസ്റ്റേജിയോട് ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഇവക്കൊരു മാറ്റം ഉണ്ടാണ്, എന്ത് സംഭവിക്കണം? അപ്പോൾ ജസ്റ്റേജ് പറഞ്ഞു, ബ്രദറെ, രേണുവിന്റെ ബ്ലഡ് പ്രഷർ 30s ബ്ലഡ് പ്രഷർ ഒന്നും പൊങ്ങാതെ യാതൊരു പ്രയോജനമില്ല. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്രദറിന്റെ ഒരു നമ്പർ കാണിച്ചു, 82 എന്ന നമ്പർ. അപ്പൊ തന്നെ ബ്രദർ പറഞ്ഞു, ജസ്റ്റേജ് ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. ജസ്റ്റേജ് പോയി നോക്കിയപ്പോൾ ബ്ലഡ് പ്രഷർ 30s കിടന്ന ബ്ലഡ് പ്രഷർ പെട്ടെന്ന് ഹൈക്ക് ചെയ്ത് 82 വന്നു. പിന്നെ അത് താഴേക്ക് പോയി 70s വന്നു, 60s വന്നു, പിന്നെ തിരിച്ച് 70s 80s വന്നു. ഇങ്ങനെ ആ ഒരു സമയത്ത്, ഈ പ്രാർത്ഥനയുടെ സമയത്ത് ബ്രദർ പറഞ്ഞു അവളുടെ ചെവിയിൽ കൊണ്ടുപോയി ഫോൺ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇതെല്ലാം ചെയ്തുകൊണ്ട് ഞങ്ങളെല്ലാം ICU പ്രാർത്ഥിക്കുകയും ബ്രദറിന്റെ പ്രാർത്ഥനയും അതോടൊപ്പം പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കുറിച്ച് നടക്കുന്ന സമയത്ത് അവിടെ നിന്നിരുന്ന സർജൻ കണ്ടു രേണുവിന്റെ കണ്ണ് ഒന്ന് മിന്നിക്കുന്നതായിട്ട്. അപ്പോൾ അത് ഡോക്ടർ സംശയം തോന്നി, അത് ശരിയാണോ? കാരണം അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം അന്നേരം തന്നെ 2 മണിക്കൂറോളം പ്യൂപ്പിൾസ് ഡയലക്ടറായി ഇരിക്കുകയാണ്. അപ്പോൾ യാതൊരു ചാൻസും ഇല്ല അങ്ങനെ വരാൻ. അപ്പോൾ ഡോക്ടർ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറായ ഡോക്ടർ ദൂത്ബായിനെ വിളിച്ചു. അപ്പോൾ ഡോക്ടർ വന്ന് പെട്ടെന്ന് വിളിച്ചു, രേണു എന്ന് തട്ടി വിളിച്ചു. അപ്പൊ രേണു കണ്ണ് 1-2 പ്രാവശ്യം കൂടെ മിനിച്ചു. We were on our knees praying for her for a couple of hours, and then the doctors finally told us, your mother has blinked. She has shown her first sign of life in about a long time. It was about 14 minutes that she was absolutely gone. She came back and she blinked for the first time. So they immediately rushed her to go do operations. എൻ്റെ ഡോക്ടർ, എൻ്റെ ട്രോമ സർജൻ ഒരു വൈറ്റ് ആണ്. ആ ഡോക്ടർ അത് കണ്ടിട്ട് അത് വിശ്വസിക്കാൻ, അത് ബ്ലിങ്ക് ചെയ്തതാണോ എന്ന് വിശ്വസിക്കാൻ പാടായത് കാരണം അവര് വെളിയിൽ പോയിട്ട് എൻ്റെ ഗൈനക്കോളജിസ്റ്റിനെ വിളിച്ചോ പറഞ്ഞു, ഐ തിങ്ക് രേണു ബ്ലിങ്ക്ഡ്, ഐ എം നോട്ട് ഷുവർ. അപ്പം ഗൈനക്കോളജിസ്റ്റ് ഒട്ടും വെയിറ്റ് ചെയ്തില്ല. ഷീ കെയിം ബാക്ക് ആൻഡ് ഷീ ഇമ്മീഡിയറ്റ്ലി ഷുക്ക് മീ ആൻഡ് സെഡ് രേണു, ആൻഡ് ഐ ഓപ്പൺ മൈ ഐസ്. അപ്പൊ ആ ഒരു സംഭവം അവർക്കൊരു വളരെ ഹോപ്പ് കൊടുക്കുന്ന ഒരു സംഗതിയായിരുന്നു. കാരണം എൻ്റെ പ്യൂപ്പിൾസ് ഡയലേറ്റഡ് ആയിട്ട് 1 മണിക്കൂറിന് മുകളിലായിരുന്നു. എനിക്ക് യാതൊരു റെസ്പോൺസും ഇല്ലായിരുന്നു. അവർക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമായിരുന്നു. അപ്പൊ അവർക്ക് എവിടെയോ ഒരു ചെറിയ ഹോപ്പ്, എൻ്റെ ഫാമിലിക്കും അതേ സാഹചര്യത്തിൽ തന്നെ ആ ഒരു റെസ്പോൺസ് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇത് പ്രതീക്ഷയൊന്നുമില്ല എങ്കിൽ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങള് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ICU ആണ്. ഇവിടെ ഒരു മനുഷ്യർക്കും നിൽക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ എൻ്റെ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ അനുവദിച്ചതിന് കാരണം തന്നെ ഇനി അവർക്ക് യാതൊരു ഹോപ്പും ഇല്ല. ലെറ്റ് ദ ഫാമിലി ഡു ദെയർ ലാസ്റ്റ് വിഷസ് എന്നുള്ള രീതിയിലാണ് അവര് അങ്ങനെ വിട്ടുകൊടുത്തത്. കാരണം ഉറക്കെ അവിടെ നിന്ന് സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ചെയ്തു ആ ഒരു സാഹചര്യത്തിൽ. അപ്പൊ അങ്ങനെ ഫൈനലി എൻ്റെ ബ്ലഡ് പ്രഷർ ഒരു 80s സ്റ്റെബിലൈസ് ആവുകയും അവര് വീണ്ടും
വൈകുന്നേരം ആയപ്പോൾ എന്നെ ഒന്ന് തിയേറ്ററിലോട്ട് കൊണ്ടുപോയി ഒന്നുകൂടി നോക്കാൻ വേണ്ടിയിട്ട് ബ്ലീഡിങ്ങിന്റെ അവസ്ഥ. കാരണം പൈപ്പിൽ നിന്നൊക്കെ അഴിച്ചു വിടുന്നത് പോലെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അവര് ഒരു വശത്ത് കയറ്റിക്കൊണ്ടിരുന്നു, അതുപോലെ തന്നെ ബ്ലഡ് പോയിക്കൊണ്ട് വരുന്നു. അപ്പോൾ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി അവര് ആ ഗോസും അതെല്ലാം ഒന്ന് ക്ലീനപ്പ് ചെയ്തു. അപ്പോഴും ബ്ലീഡിങ് നിൽക്കുന്നില്ല. അവര് വീണ്ടും എന്നെ ഹെവി ആയിട്ട് പാക്ക് ചെയ്ത് തിരിച്ച് ICUവിൽ വിട്ടു. ആ ദിവസം കഴിഞ്ഞു. പിറ്റേത് അന്ന് രാത്രിയും പകലും മുഴുവനും ഈ 24 hours പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങളുടെ പള്ളിയിൽ ആരാധന നടന്നു. ഞങ്ങളുടെ വൈദികൻ ലോകത്തുള്ള അച്ഛനറിയാവുന്ന എല്ലാവർക്കും മെസ്സേജ് അയച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അങ്ങനെ ഈ ലോകം മുഴുവനുള്ള എല്ലാ മിനിസ്ട്രികളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ട് പിറ്റേ ദിവസം സർജറിക്ക് പിന്നെയും കൊണ്ടുപോവുകയാണ്. In the time that our operations were taking place, we were all praying on our knees. We were asking God to bring her back to life. അങ്ങനെ അവര് സെക്കൻഡ് ഡേ വീണ്ടും രാവിലെ എന്നെ സർജറിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയി. ഓപ്പൺ അപ്പ് ചെയ്തപ്പോഴത്തേനും അവർക്ക് മനസ്സിലായി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അല്ലെ ബാക്കിയുള്ള ഓർഗൻസിൽ നിന്നും എല്ലാം ഉണ്ടായിരുന്ന ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തു. റൈറ്റ് ഓവറിയിൽ നിന്ന് മാത്രമാണ് ബ്ലീഡ് ചെയ്യുന്നതെന്ന്. അപ്പം തലേദിവസം പ്രെയർ ലൈനിലും ഇങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു, അവള് തിരിച്ചു വരും, രക്ഷപ്പെടും, ദൈവം അവളെ സ്പർശിച്ചു എന്ന ആ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ആ റൈറ്റ് ഓവറി ബ്ലീഡിങ് മാത്രം നിലനിൽക്കുകയായിരുന്നു. അപ്പൊ അത് സർജറി ചെയ്ത് മാറ്റണം, ഓവറി റിമൂവ് ചെയ്യണം. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ട, കാരണം അത് ഭയങ്കര സ്വെല്ല് ചെയ്തിരിക്കുകയാണ്. അതുമല്ല, അവർക്ക് അതിന് സ്പെഷ്യലിസ്റ്റായ ഓങ്കോളജിസ്റ്റ് ഡോക്ടർമാരെ വരുത്തണം. മൂന്നാമത്തെ ദിവസം അവര് വീണ്ടും ഓപ്പൺ അപ്പ് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഓങ്കോളജി സർജനെ, ആ ഹോസ്പിറ്റലിൽ അല്ലാതെ വെളിയിൽ നിന്നും അവർ ഓങ്കോളജി സർജൻസിനെ കൊണ്ടുവന്ന്, അവര് ഓങ്കോളജി സർജൻസിനാവുമ്പം ഇങ്ങനെയുള്ള ഓർഗൻസ് ഒക്കെ ഡീൽ ചെയ്യാൻ കുറച്ചുകൂടെ അറിയാം. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുവന്നു ഓവറി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവര് തുറന്നപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, റൈറ്റ് ഓവറിയിൽ നിന്ന് പിന്നെ ബ്ലീഡിങ് ഉണ്ടായിരുന്നില്ല. ഡോക്ടർ പറഞ്ഞു ബ്ലീഡിംഗ് എല്ലാം നിന്നു. ദൈവം വീണ്ടും അവിടെ അത്ഭുതം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ദൈവത്തിന്റെ ആ ഒരു പ്രത്യേക ശക്തിയാല് അവളുടെ എല്ലാ റിക്കവറിയും പെട്ടെന്നായിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലീഡിംഗ് എല്ലാം നിന്നു. എങ്കിലും ഞാൻ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. വേറെ എനിക്ക് യാതൊരു ചലനവും ഒന്നുമില്ല. അപ്പം അവര് ക്ലോസ് ചെയ്തു. അവരപ്പോ ഈ വൂണ്ട്, ഓപ്പൺ ആയിട്ടിരുന്ന വൂണ്ട് 3 ദിവസത്തിന് ശേഷം അവര് സ്റ്റിച്ച് ചെയ്യാൻ നോക്കിയപ്പോൾ ദശയൊക്കെ വിട്ടു പോവുകയായിരുന്നു. അതുകൊണ്ട് അവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഈ വൂണ്ട് എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് വൂണ്ട് വാക്ക് എന്ന് പറയുന്ന ഒരു ഇത് ചെയ്തു. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ആ വൂണ്ടിലോട്ട് ഒരു ഇത് ഘടിപ്പിച്ച് വെക്കും. എന്നിട്ട് അതിനകത്തു നിന്നുള്ള ഫ്ലൂയിഡ്സ് എല്ലാം ഒരു ട്യൂബ് വഴി ഒരു ബാഗിലോട്ട് കളക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ബോക്സിലോട്ട് കളക്ട് ചെയ്യുന്ന അങ്ങനെ ഒരു പ്രക്രിയ. അത് കുറച്ചുകൂടെ ഹീലിംഗ് ഫാസ്റ്റർ ആക്കും. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അവര് അത് ചെയ്ത്, അപ്പൊ എനിക്കൊരു സെപ്പറേറ്റ് ഇങ്ങനെ ഒരു ട്യൂബും ബാഗും ഒക്കെ ആയിട്ട് എന്നെ തിരിച്ച് വീണ്ടും ICUവിൽ കൊണ്ടുപോയി അവിടെ കിടത്തി. അങ്ങനെ ആ സമയത്തുമൊക്കെ ഞാൻ വെന്റിലേറ്ററിലായിരുന്നു. സർജറി കഴിഞ്ഞ് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് വെന്റിലേറ്റർ മാറ്റണമെങ്കിൽ 4-5 ദിവസം കഴിയുമായിരിക്കും. ഇതുപോലെ ഇമ്പ്രൂവ് ചെയ്യുവാണെങ്കിൽ 4 ദിവസം കഴിയുമായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം അവിടെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് വൈകിട്ട് തന്നെ അവളുടെ വെന്റിലേറ്റർ മാറ്റുവാൻ ദൈവം അവളെ അനുവദിച്ചു. പ്രാർത്ഥനയുടെ സമയത്ത് ബ്രദർ ഇങ്ങനെ പറഞ്ഞിരുന്നു, ദൈവം വെളിപ്പെടുത്തി കൊടുത്തതനുസരിച്ച് പറഞ്ഞിരുന്നു, അവള് റിക്കവറി വളരെ ഫാസ്റ്റ് ആയിരിക്കും. എത്ര സ്പീഡിൽ അവളുടെ ബോഡി താഴോട്ട് പോയോ അത്രയും സ്പീഡിൽ, അതിലിരട്ടി സ്പീഡിൽ അവളുടെ ബോഡി ദൈവം റിക്കവർ ചെയ്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്ന ഒരു കാര്യം, എൻ്റെ വെന്റിലേറ്റർ ഊരാൻ ഇനിയും കുറെ ദിവസങ്ങൾ കൂടി കഴിഞ്ഞു പോകും, വെന്റിലേറ്റർ ഒക്കെ എടുക്കാൻ പറ്റുമോ, നമുക്ക് വിൽ ട്രൈ, വിൽ വെയിറ്റ് എന്നുള്ള ഒരു രീതിയിലായിരുന്നു. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് വൈകുന്നേരം
വൈകുന്നേരമായപ്പോൾ ഞാൻ വളരെ ബെറ്റർ ആയിട്ട് ആവുകയും അവർ വെന്റിലേറ്റർ എടുക്കുകയും വെന്റിലേറ്റർ പതുക്കെ വീൻ ഓഫ് ചെയ്യാൻ ട്രൈ ചെയ്യുകയും ഞാനത് ഞാൻ തന്നെത്താനെ ശ്വാസം എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അവർ പതുക്കെ വീൻ ഓഫ് ചെയ്തു, എൻ്റെ വെന്റിലേറ്റർ മാറ്റി. അങ്ങനെ വെന്റിലേറ്റർ മാറ്റി വളരെ ബെറ്ററായി. സ്റ്റിൽ ഐ ഡോണ്ട് റിമെമ്പർ എനിത്തിങ്. ഞാൻ ഇതൊന്നും നടക്കുന്നത് അറിയുന്നില്ല. ഇങ്ങനെ വെന്റിലേറ്റർ മാറ്റി ആ വെന്റിലേറ്റർ വെച്ചോണ്ടിരുന്ന സാഹചര്യത്തിൽ തന്നെ റെജി ബ്രദർ ഫോണിൽ വിളിക്കുകയുണ്ടായി. വിളിച്ച് ഇങ്ങനെ പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതെന്റെ ഒരു അബോധാവസ്ഥയിൽ ഞാൻ ഓർക്കുന്നതാണ്. രേണു, നീ ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകളൊക്കെ തിരിച്ച് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞ് അപ്പൊ ഞാൻ പ്രാർത്ഥനകൾ റിപ്പീറ്റ് ചെയ്തു. ഈ വായിലെല്ലാം ഇത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിക്കും, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ജീവിക്കും എന്നൊക്കെ അങ്ങനെ പറഞ്ഞു ചൊല്ലിത്തന്ന ഓരോ പ്രാർത്ഥനകളും ഓരോ വാക്കുകളും ഞാൻ റിപ്പീറ്റ് ചെയ്തു, പാട്ടുപാടി. അപ്പൊ അതും ഞാൻ മൗത്ത് ചെയ്യാൻ ശ്രമിച്ചു. ഇതെല്ലാം എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞതാണ്. ഈ മാറ്റി ഉടനെ തന്നെ രേണുവിനെ വിളിക്കുമ്പോൾ, ഞങ്ങള് പോയി വിളിക്കുമ്പോൾ അവള് പതുക്കെ ഒന്ന് മൂളും. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഒരു ഇമ്പ്രൂവ്മെന്റ് കാണുവാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ ഡെലിവറി കഴിഞ്ഞ് 3 ദിവസമായതുകൊണ്ട് ഇവിടുത്തെ രീതി അനുസരിച്ച് കുഞ്ഞിനെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകണം. അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, കുഞ്ഞിനെ നാളെ ഡിസ്ചാർജ് ചെയ്യും. അപ്പം കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ വീടൊന്ന് ക്ലീൻ ചെയ്യണം. സാധാരണഗതിയിൽ രേണു ആണ് വീട് ക്ലീൻ ചെയ്യാനുള്ള ആൾക്കാരെ വിളിക്കുകയും ക്ലീൻ ചെയ്യുന്നതൊക്കെ. അപ്പം എനിക്ക് നമ്പർ കൃത്യം അറിയത്തില്ലായിരുന്നു, ആരെ ക്ലീനിങ്ങിലെ നമ്പർ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവളുടെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ പല നമ്പർ കണ്ടപ്പം ഏതാണെന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ രേണുവിന്റെ സിസ്റ്റർ ചേച്ചി പറഞ്ഞു, നമുക്ക് ഏതായാലും ചുമ്മാ അവളോടൊന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ ഏതായാലും ഞങ്ങള് ചെന്ന് രേണുവിനോട് ചോദിച്ചു, രേണു എനിക്ക് ക്ലീനിങ് ലേഡിയുടെ പേരെന്താണ്? അപ്പോൾ അവള് അതൊക്കെ ഇങ്ങനെ ചുണ്ടനക്കി വെച്ച് പറഞ്ഞു, ആയിഷ. അവിടെ അങ്ങോട്ട് പറയാൻ മേല എങ്കിൽ തന്നെ ആയിഷ എന്നങ്ങനെ പതുക്കെ പറഞ്ഞു. അപ്പോൾ ദൈവം അവിടെ ഞങ്ങൾ കാണിച്ചു തരികയാണ് ചെയ്തത്. ബ്രെയിൻ ഡെഡ് ആണെന്ന് ഡോക്ടർ വിധി എഴുതിയ ആ ഒരു വ്യക്തിയില് ദൈവത്തിന്റെ മഹത്വം ദർശിക്കുന്നത് ആദ്യം തന്നെ അവിടെ കാണിക്കുന്നത് അവിടെ ബ്രെയിന് യാതൊരു കുഴപ്പവുമില്ല, സംഭവിച്ചിട്ടില്ല എന്നാണ്. കാരണം ഒരു ഭർത്താവിന്റെ അല്ലെങ്കിൽ അമ്മയുടെ അപ്പന്റെ പേര് ഓർത്തിരിക്കാം, പക്ഷെ 2-3 പ്രാവശ്യം മാത്രം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ വിളിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് ഓർത്തിരിക്കുവാൻ മാത്രം ദൈവം നൽകിയ ആ അനുഗ്രഹം, അതാണ് ദൈവം അവിടെ ഞങ്ങൾ കാണിച്ചു തന്നത്. ഈ ഒരു സാഹചര്യത്തില് എന്റെ ക്രിയാറ്റിനിൻ ലെവൽ വളരെ ഹൈ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഡയാലിസിസ് ചെയ്യണമായിരുന്നു. 24 hour ഡയാലിസിസ് ഇമ്മീഡിയറ്റ്ലി അവർ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 3 ഡയാലിസിസ് കൂടി എനിക്ക് തന്നു. പിന്നീട് പ്ലാസ്മ ഫെറേസിസ് ചെയ്യേണ്ട വന്നു. എനിക്ക് കുറേ അധികം ബ്ലഡ് തരുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ ICUയിൽ തന്നെ മാറ്റി. എനിക്ക് പിന്നീട് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് ഹെമറ്റോമ ഇന്റേണൽ ആയിട്ട് എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി. അത് അവര് ഡോക്ടേഴ്സ് വന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞത്, Joseph, please pray that there is no infection. We don't want to open our stomach again. അത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലോട്ടൊക്കെ പോകത്തേ ഉള്ളൂ എന്ന് പറയുകയും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു. എനിക്കൊരു പനി പോലും വരാതെ പതുക്കെ ആ ഹെമറ്റോമ ഡിസോൾവ് ആയി പോവുകയും കുറയുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ചെയ്തത്. അങ്ങനെ പിന്നീട് റീഹാബിൽ പോയി. റീഹാബ് കഴിഞ്ഞു. അങ്ങനെ ടോട്ടൽ ഒരു 28 days ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. എന്നെ അവിടെ ഡിസ്ചാർജ് ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ അവസാനത്തെ സമയത്ത് ഞാൻ ഡിസ്ചാർജ് ആകുന്ന അത് എൻ്റെ ഒരു റിക്വസ്റ്റും കൂടി ആയിരുന്നു. എന്നോട് അവർ കുറച്ച് ദിവസവും കൂടെ അവിടെ നിൽക്കാൻ പറഞ്ഞു. ബിക്കോസ് വൂണ്ട് ബാക്ക് അവർ റിമൂവ് ചെയ്തിട്ടില്ലായിരുന്നു, കംപ്ലീറ്റ് ഹീലിംഗ് വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ആ ഒരു സമയം ആയപ്പോഴത്തേക്കും എനിക്ക് വീട്ടിൽ പോകണം എന്നുള്ള ആഗ്രഹം കാരണം ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്ത് അവരെനിക്ക് ഹോം കെയർ ചെയ്ത് വീട്ടിലോട്ട് വൂണ്ട് ബാക്ക് വെച്ച് വിടുവായിരുന്നു ചെയ്തത്. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ പ്രീ പ്രഗ്നൻസിയിൽ ഞാൻ എൻ്റെ ബ്ലഡ് വർക്ക് ഒക്കെ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ മെഡിക്കൽ കണ്ടീഷൻസ് എങ്ങനെയായിരുന്നു അതുപോലെ ഐ വാസ് ബാക്ക് ടു നോർമൽ. അവര് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബ്ലഡ് വർക്ക് എല്ലാം നോക്കിയപ്പോൾ എൻ്റെ എല്ലാ
വർക്കും ബാക്ക് ടു നോർമൽ ആയിരുന്നു. അത് കാരണം എൻ്റെ കർത്താവ് എത്ര സമീപസ്ഥനാണ്, എത്ര വലിയവനാണ്, എന്നെ ഓരോ കാര്യത്തിലും എത്ര ശ്രദ്ധാലുവാണെന്ന്, ഇത്രയും പാപിയായിരുന്നിട്ടും എത്രത്തോളം ദൈവത്തിൽ നിന്ന് അകന്നു നിന്നിട്ടും കർത്താവിന് എന്നോടുള്ള കരുണ എത്രമാത്രമായിരുന്നു എന്നും ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമായിരുന്നു എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്ക് അവിടെ ലഭിക്കുകയായിരുന്നു. അതോടൊപ്പം പല അത്ഭുതങ്ങളും ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അകത്ത് ഞങ്ങള് പ്രാർത്ഥിക്കുന്നതെല്ലാം കാണുന്ന ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടേഴ്സ്, നഴ്സുമാര്, അവരെല്ലാം ദൈവം വിശ്വാസം കൊടുക്കുകയാണ് ചെയ്തത്. ഒരു നേഴ്സ്, പ്രത്യേകിച്ച് ഒരു എത്തിസ്റ്റ് ആയിട്ടുള്ള നേഴ്സ് ഉണ്ടായിരുന്നു. ആ നേഴ്സ് ഞങ്ങളോട് എന്നോട് പറയുകയായിരുന്നു, എന്റെ ജീവിതത്തില് ഞാൻ ഇതുവരെ ഒരു അത്ഭുതം കണ്ടിട്ടില്ല, ഞാൻ അത്ഭുതത്തിൽ വിശ്വസിച്ചിട്ടില്ല, പക്ഷെ രേണുവിന്റെ ഇത് കണ്ടപ്പോൾ ദൈവമുണ്ട്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ആ നേഴ്സിന് മനസ്സിലായി. പുള്ളി ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചുവെങ്കിലും പുള്ളിയുടെ നല്ല കാലം മുതൽ ഒരിക്കലും ഒരു ദേവാലയത്തിലോ ക്രിസ്തുവിൽ വിശ്വാസമോ അല്ലെങ്കിൽ ഒരു അത്ഭുതത്തിൽ വിശ്വാസമോ ഇല്ലാത്ത വ്യക്തിയായിരുന്നു. ആ വ്യക്തി പറഞ്ഞു, ഞാന് ഇപ്പോൾ ദേവാലയത്തിൽ പോകാൻ തുടങ്ങി, ദേവാലയത്തിന്റെ പടിക്കൽ ഇപ്പൊ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ഞാൻ പോകാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അതുപോലെ അനേകായിരങ്ങള് ഞങ്ങളുടെ ഇടവകയില്, ഞങ്ങളുടെ അറിയാവുന്ന വ്യക്തികളില് എല്ലാം ദൈവത്തിന്റെ ആ അത്ഭുതം കാണിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അവസരമാക്കി മാറ്റി. Now, I believe that my mom is still alive because of my dad's faith. If my dad had not had the faith to stay and keep my mom on the ventilator, I don't believe that she would have been alive today. Because of him, she is still alive and to be a mother to us. ഈ ഒരു സാഹചര്യത്തിൽ എന്നെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഗൈനക്കോളജിസ്റ്റും എൻ്റെ ട്രോമ സർജനും ദേ എക്സ്പ്ലെയിൻ ഈച്ച് ആൻഡ് എവറിത്തിങ് ടു മീ. ഗൈനക്കോളജിസ്റ്റ് ഒരു മണിക്കൂർ എടുത്താണ് എനിക്കിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. എല്ലാം കഴിഞ്ഞ് അവരെന്നോട് പറഞ്ഞു, രേണു, God has brought you back to life. There was nothing we could do. Our hands were tied. എന്നോട് എൻ്റെ ഒരു മുസ്ലിം ഡോക്ടറാണ് എൻ്റെ ഗൈനക്കോളജിസ്റ്റ്. അവർ നമ്മുടെ നാട്ടിൽ നിന്ന് മുംബൈ എന്നുള്ളതാണ്. അവരെൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞതാണ്. പിന്നീട് എൻ്റെ ട്രോമ സർജൻ ഒരു വൈറ്റ് ആണ്, പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, രേണു, ഡിഡ് എനിവൺ ടെൽ യു വാട്ട് ഹാപ്പൻ ടു യു? ഞാൻ പറഞ്ഞു, യെസ്, ഡോക്ടർ ദൂദ്ബായ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് എല്ലാം. അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഫൈനലി പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, യെസ്, so basically we never thought we could bring you back to life. Ninde body temperature was 31 degrees. Your pupils were dilated over an hour. Your pH values were 6.8. We never thought we could bring you back to life, and that's when we saw your family kneeling down on the floor of ICU. They were praying so hard. They had so much hope and faith in them. That is what brought you back to life. അപ്പോൾ ഇത് എല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ വേറൊരു കാര്യം, ഡോക്ടർ ഞങ്ങളോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മുകളിൽ നിന്നിരിക്കുന്ന ഒരാള് ഇത് കണ്ട് ചിരിക്കുന്നുണ്ടായിരിക്കും. ആ വ്യക്തി വിചാരിക്കുന്നത് ഇവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ എന്റെ പ്ലാനും പദ്ധതിയും വേറെയാണ്. അപ്പം ഇതുപോലെ പലരിലേക്കും ദൈവത്തിന്റെ മഹത്വം അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവര് ഡോക്ടർ അത്രയും പറഞ്ഞപ്പം എനിക്ക് ഡോക്ടേഴ്സിലും വിശ്വാസമുണ്ട്, ദൈവത്തിലും വിശ്വാസമുണ്ട്. അപ്പൊ ഞാനിത് പറഞ്ഞപ്പം ഞാനിങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ, ഗോഡ് വർക്ക് ത്രൂ യുവർ ഹാൻഡ്സ്, ഹി റിയലി വർക്ക്ഡ് എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, നോ, ഡോണ്ട് സേ ദാറ്റ്. അവർ ഹാൻഡ്സ് വർ ലിറ്ററലി ടൈഡ്. വി കുഡ് നോട്ട് ഡു എനിത്തിങ്. There was nothing in our hands. Everything was God. It was a miracle. Nothing would have been done with our help എന്ന് പറഞ്ഞ് അവര് എന്നോട് പറയുകയുണ്ടായി. അപ്പം ഈ ഒരു സാഹചര്യത്തിലൊക്കെ എനിക്ക് മനസ്സിലായത് എങ്ങനെ എൻ്റെ ദൈവം എന്നെ ചെറിയ ഓരോ കാര്യങ്ങളിലും കരുതലോടെ കാത്തു, എന്നെ എങ്ങനെ ആ ഒരു മരണത്തിൽ നിന്ന് തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവന്നു എന്ന് ഒക്കെ എന്നെ പഠിപ്പിച്ചു കർത്താവ്. ഏറ്റവും ഉപരിയായിട്ട് എനിക്ക് എൻ്റെ ഈശോയ്ക്ക് സ്ഥാനം കൊടുക്കുവാനും എല്ലാം എനിക്ക് പഠിക്കാൻ ഒരു അവസരമായിരുന്നു. ഇതെല്ലാം നടന്നപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്,
ഞങ്ങളുടെ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ വൈദികര് അനേകം പേര് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇടവക പള്ളിയിൽ എനിക്ക് വേണ്ടിയിട്ട് ആരാധന നടത്തിയിരുന്നു. അതുപോലെ അനേകം വൈദികര് അവര് കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. എല്ലാ മിനിസ്ട്രീസിലും ഉള്ളവർ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അപ്പൊ ഇവിടെയൊക്കെ കർത്താവ് എനിക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ഒരുക്കുമായിരുന്നു. പ്രാർത്ഥിക്കാനുള്ള അനേകം മക്കളെ ഒരുക്കി എനിക്ക് വേണ്ടിയിട്ട് അവരെല്ലാം നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോ ദൈവത്തിന്റെ ഒരു ഉത്തരമായിരുന്നു എൻ്റെ ജീവൻ തിരിച്ചു തരിക എന്നുള്ളത്. അനേകം മക്കൾക്ക് ഒരു സാക്ഷിയായിട്ട് അവരുടെ എല്ലാം പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഞാൻ ജീവനിലേക്ക് തിരിച്ചു വരികയായിരുന്നു. അതോടൊപ്പം അനേകം മക്കള് ദൈവത്തെ അറിയുവാനും ആ ദൈവത്തെ വിശ്വസിക്കുവാനും ഈ ഒരു സംഭവം അവിടെ കാരണമാക്കി. ആ ഹോസ്പിറ്റലായ എല്ലാവരിലും, പ്രത്യേകിച്ച് അവിടെ നഴ്സുമാരില്, അവിടെ ടെക്നീഷ്യൻസ്, അവരെല്ലാവരിലും ദൈവത്തിന്റെ ആ ഒരു മഹത്വം കാണുവാൻ ഇത് ദൈവം ഒരു അവസരമാക്കി മാറ്റി. അതോടൊപ്പം ക്രൈസ്റ്റ് മിനിസ്ട്രികളില്, ബാക്കി മിനിസ്ട്രികളില്, ഞങ്ങളുടെ ദേവാലയത്തില് ഇവിടെയുള്ള പ്രവർത്തിക്കുന്ന അനേക കാര്യങ്ങളില് ദൈവത്തിന്റെ ആ മഹത്വത്തെ കാണുവാനും അത് ദർശിക്കുവാനും ദൈവം ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതിൽ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇതെല്ലാം നടന്ന ആ ഒരു സാഹചര്യത്തിലും ഇതൊക്കെ എനിക്ക് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് വഴിയും ഡോക്ടേഴ്സ് വഴിയും ഫ്രണ്ട്സ് വഴിയും കിട്ടിയ അറിവ് മാത്രമാണ്. എനിക്ക് ആദ്യത്തെ 5 ദിവസത്തെ ഒരു കാര്യവും എൻ്റെ ഓർമ്മയിലില്ല. പ്രസവിക്കുന്നിടം വരെയും അത് 5 ദിവസത്തിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. പക്ഷെ ഇതൊക്കെ നടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്ത് നടന്നു, എൻ്റെ ഉള്ളിൽ എന്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത്, ഞാൻ എന്താണ് അനുഭവിച്ചത് അന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. I truly believe that my mother is alive today mainly because of the mercy of God. He gave my mom a second opportunity to come back and be the best mother that could ever be on planet Earth. Without the prayers of each and every single one of you guys, I don't think it would have been possible for her to be standing alive today. എനിക്ക് എൻ്റെ ഈ ശരീരത്തിന്റെ വേദനയൊക്കെ ഞാൻ വളരെ ഒരു തളർന്ന് ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും എന്തിൽ നിന്നാണ് എനിക്ക് ആ വേദനയെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. ഞാൻ ഓടി 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 തളർന്ന് ക്ഷീണിച്ച് എൻ്റെ ശരീരത്തിന് ഒരു ശക്തിയും ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പൊ എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്. ഞാൻ കുന്നുകളും മലകളും എല്ലാം ഇങ്ങനെ ഓടി ഓടി കയറുക. അപ്പൊ എൻ്റെ പുറകെ ഒരു ഈവിൾ എന്നെ ചേസ് ചെയ്യുക. ഈവിളിന്റെ ആ ഒരു സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. എന്നെ ഇങ്ങനെ ചേസ് ചെയ്യുക. തൊട്ടില്ല എന്നുള്ള ആ ഒരു സ്റ്റേജിൽ ഞാൻ പേടിച്ച് മുമ്പോട്ട് കുതിച്ചു പാഞ്ഞ് മലകൾ ഓടി കയറുക. അപ്പൊ ദൂരെ എവിടെയോ എനിക്ക് എൻ്റെ ഈശോയിനെ കാണാം. അങ്ങ് ദൂരെ ഒരു മലയിൽ ഈശോ ഇങ്ങനെ വെള്ള ഉടുപ്പിട്ട് നല്ല പൊക്കമുള്ള കാലിങ്ങനെ വലത് കാലിങ്ങനെ ആ പാറയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഈശോയെ എനിക്ക് അങ്ങ് ദൂരെന്നെ കാണാം. അപ്പം ഫൈനലി ഞാൻ മടുത്തു. എനിക്കിനി രക്ഷയില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈവിളിന്റെ പിടിയിലാണെന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ഈശോയെ നോക്കി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഈശോയെ എന്നെ രക്ഷിക്കണം, നീ എന്നെ കൈവിടരുത്, നീ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ ഈശോ എനിക്ക് കൈ നീട്ടി തന്നു. ഞാൻ എൻ്റെ ഈശോയുടെ കരങ്ങൾ പിടിച്ചു. ആ നിമിഷം ഞാൻ വളരെ ശാന്തത, സമാധാനം അനുഭവിച്ച് ഞാൻ വളരെ ശാന്തയായി. ആ ഒരു ദൈവിക സാന്നിധ്യം എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് മാത്രം സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു ദൈവിക സാന്നിധ്യം, ദൈവം എങ്ങനെ എന്നെ താങ്ങി നിർത്തി, എങ്ങനെ എന്നെ കരം പിടിച്ചു എന്നുള്ള ഞാൻ അനുഭവിച്ചറിഞ്ഞ എൻ്റെ ഈശോയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നു. ഈശോ എങ്ങനെ എന്നെ തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവന്നു എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്ന ലാസറിനെ ഉയർപ്പിച്ച ഈശോ ഇന്നും നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നു, നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് ഒരു ജീവിച്ചിരിക്കുന്ന സാക്ഷ്യമായിട്ട് ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ ഏറ്റുപറയുന്നു. രേണുയുടെ മരണത്തിൽ നിന്നുള്ള തിരിച്ചുവരവ്, അതിന്റെ പിന്നിലുള്ള സ്പിരിച്വൽ ട്രൂത്തും ഏത് കൈൻഡ് ഓഫ് കെമിസ്ട്രി ആയിരിക്കും ദൈവം ഉപയോഗിച്ചത്? എനിക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ പറ്റുക, സൗഖ്യം എന്നത് നമ്മളുടെ അവകാശമാണ്.
രണ്ടാമത്തെ പോയിന്റ്, ഈ സൗഖ്യം ഒരു മനുഷ്യന് ദൈവം കുരിശുമരണത്തിലാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ വരാൻ പോകുന്ന രോഗത്തിന് പോലും ദൈവം നേരത്തെ തന്റെ സൗഖ്യം ഒരുക്കി വെച്ച് കാത്തിരിക്കുകയായിരുന്നു. ഐസയ 53:5 പറയുക, യു ഹാവ് ബീൻ ഹീൽഡ് ബൈ ദ വൂൺസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ്. അവന്റെ മുറിവുകളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. അതുകൊണ്ട് ഓർക്കുക, ഒരു വിശ്വാസിയുടെ വലിയൊരു ഡ്യൂട്ടിയാണ് അതിനെ അവകാശമായി കണക്കാക്കണം. 2, ഇത് നടക്കും എന്ന ബോധ്യം എടുക്കണം. കാരണം ഓൾറെഡി സ്പിരിച്വൽ റെലമിൽ, ആത്മീയ ലോകത്ത് അത് നടന്നതാ. നടക്കുമെന്നോ നടക്കുമായിരിക്കുമെന്നോ നടന്നേക്കാമെന്നോ ഒന്നും കരുതരുത്, നടന്നു. പിന്നൊരു കാര്യം, ഒരു വിളിയുള്ളൊരു മനുഷ്യനാണെങ്കിൽ, ദൈവം തെരഞ്ഞെടുത്തൊരു വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തി ഉറപ്പായി ഇതുപോലുള്ള സംഭവങ്ങൾ കടന്നു വരും. ഇങ്ങനെ ഏത് സംഭവങ്ങൾ വന്നാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയം, എത്രയോ പേരാണ്, എത്രയോ വലിയ വലിയ ദൈവത്തിന്റെ പദ്ധതി ഉള്ളവരാകാം ഈ ലോകത്തിൽ നിന്ന് നിരുപാധികം മാറ്റപ്പെട്ടത്. ദൈവം അവർക്കായി ഒരുക്കിയ പദ്ധതിയും വിളിയും പൂർത്തീകരിക്കാതെ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. രേണുയുടെ ജീവിതത്തിൽ അതിനോട് ചേർന്ന് നിന്ന കുറെ ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. ക്രൈസ്റ്റ് കൾച്ചർ മിഷനിൽ ഉണ്ടായിരുന്നവരും മറ്റുള്ളവരുമായ കുറെ ക്രൂ മെമ്പേഴ്സ്. പ്രാർത്ഥനയും ഫാസ്റ്റിങ്ങും ആഗ്രഹവും ഇങ്ങനെ നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലുള്ള ആഗ്രഹങ്ങളൊക്കെ കൊണ്ട് ഒരു സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച ഒത്തിരി വ്യക്തിത്വമുണ്ട്. ഇതിന്റെ അർത്ഥം, ഒരു സൗഖ്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നെവർ ഗീവ് അപ്പ്, വിട്ടുകൊടുക്കരുത്. ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകണമെന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇവിടെ അടുത്തൊരു പോയിന്റ് കയറി വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ആത്മീയ യുദ്ധത്തിന്റെ മേഖലയിലാണ്. നമ്മളെ എങ്ങനെ തകർക്കണം, വിഴുങ്ങണം എന്ന് കരുതി അവൻ ഓടി നടക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഫൈറ്റ് ചെയ്യാൻ ദൈവവചനത്താൽ തയ്യാറെങ്കിൽ വിക്ടറി ബിലോങ്സ് ടു ഗോഡ്. ഉറപ്പായി നമ്മൾ വിജയം പ്രാപിച്ചിരിക്കും. രേണുവിന്റെ ടെസ്റ്റിമണി അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ഓർത്തു വെക്കുക, ഇതിനോട് ചേർത്ത് വെച്ച് 2 Corinthians 10:4 കുറച്ച് വെപ്പൺസോട് ദൈവം പറയുന്നുണ്ട്. അന്ന് രേണുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ഒരാഗ്രഹത്തോടെ ഫൈറ്റ് ചെയ്യുമ്പോൾ 2 വെപ്പൺസ് ആണ് ദൈവം നൽകിയത്. ഒന്ന് വെളിപ്പാട് 12:11. എന്തു വചനമാണെന്നറിയാമോ? അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തത്താൽ സ്വന്തം സാക്ഷ്യത്തിന്റെ വചനത്താലും വിജയം നേടി. ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ കുരിശുമരണം കൊണ്ട് പിടിച്ചടക്കാനാവാത്തത് ഒന്നുമില്ല എന്നൊന്നാമത്തെ വെപ്പൺ. 2ാമത്തെ പോയിന്റ് ആയിരുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മുന്നിൽ എല്ലാം മുട്ടും മടങ്ങും. അത് Philippians chapter 2 verse 9-11. Every knee shall bow before him and every tongue confess that Jesus Christ is the Lord and Savior. 2ാമത്തെ വചനം ഉഗ്രം വെപ്പണാണ് യേശുവിന്റെ നാമം. 3ാമത്തെ പോയിന്റ് ആണ് യേശുവിന്റെ വചനം. Hebrews chapter 4:12. അവന്റെ വചനം ഇരുതല വാളാണ്. അതുപോലെ ജെറമ്യ 22:29 ആ വചനം പറയുന്നു, അഗ്നി പോലെ പാറയെ തകർക്കുന്ന കൂടം പോലുള്ള വചനമാണ് ദൈവം. ഈ 3 പ്രധാനപ്പെട്ട പോയിന്റിൽ ബേസ് ചെയ്ത് ദിവ്യകാരണത്തോട് ചേർത്ത് വെച്ച് യുദ്ധം ചെയ്താൽ നമ്മൾ ഏറ്റെടുത്ത ദിവ്യകാരണ്യം അത് മാനിഫെസ്റ്റ് ചെയ്യും. 5 അപ്പം 5000 മാറും. അതുകൊണ്ട് ഈ ടെസ്റ്റിമണി നമ്മുടെ ലൈഫിൽ നൽകുന്ന ഒരു സ്പിരിച്വൽ ലെസൺ എന്ന് പറഞ്ഞാൽ നെവർ ഗീവ് അപ്പ്, വിട്ടുകൊടുക്കരുത്. അതോടൊപ്പം ഓർക്കുക, സൗഖ്യം നമ്മുടെ അവകാശമാണ്. ദൈവം അത് നേരത്തെ ഒരുക്കിയത്. സ്പിരിച്വൽ വെപ്പൺസ്, ആത്മീയ ലോകത്ത് ദൈവം തന്ന 2-3 കാര്യങ്ങൾ. യേശുവിന്റെ കുരിശുമരണം, ദിവ്യകാരുണ്യം, യേശുവിന്റെ രക്തം. അത് സൂപ്പറാണ്. 2ാമത്തേത് യേശുവിന്റെ നാമം. 3ാമത്തേത് യേശുവിന്റെ വചനം. ഇത് 3ഉം മാറ്റിമറിക്കാതെ ഒന്നുമില്ല. നമ്മൾ ഈ സഭയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു അതോറിറ്റി ആയിരിക്കണം ഈ 3 വെപ്പൺസ്. രേണുയുടെ ടെസ്റ്റിമണി പഠിപ്പിക്കുന്നത് ഇനിയും നിരവധി രേണുമാർ ലോകത്തുടലെടുക്കും. അത് മറ്റാരുടെയും പേരിലല്ല,
നസ്രാനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആകും, ആയിരിക്കും. അതാണ് ദൈവത്തിന്റെ പദ്ധതി. ദൈവം നിങ്ങളെ സമൃദ്ധമായി നടത്തട്ടെ.